രേഖകൾ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. അത് കോടതിയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. അത് മാധ്യമങ്ങൾ കാണുകയുണ്ടായി. അതെന്താണെന്ന് പരിശോധിക്കുക. ഹൈക്കോടതിയാണ് പരിശോധിക്കേണ്ടത്. എന്നാൽ DGPയോ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷനോട് വന്ന വാർത്തകളുടെ എന്താണെന്ന് നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അഭിമന്യു കൊലക്കേസിലെ രേഖകൾ കോടതിയിൽ നിന്ന് കാണാതായതിൽ കുറ്റക്കാരെ കണ്ടെത്തണമെന്ന് അഭിമന്യുവിന്റെ സഹോദരൻ പരിജിത്ത്. സംഭവം ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഡിജിറ്റൽ രേഖകൾ ഉള്ളതിനാൽ വിചാരണ നീണ്ടുപോകുമെന്ന് കരുതുന്നില്ലെന്നും പരിജിത്ത് പ്രതികരിച്ചു. അതായത് ഈ രേഖ എന്തായാലും കോടതിയിൽ നിന്ന് വെറുതെ ഇറങ്ങിപ്പോകില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര്? അപ്പോൾ അവർക്കെതിരെ കടുത്ത നടപടി എടുക്കണം. കോടതി ഇത് കാണാണ്ട് പോയെന്ന് കേൾക്കുമ്പോൾ സത്യമായിട്ട് അത് നെറ്റലുണ്ടാക്കുന്ന വിഷയമാണ്. കാരണം നീതിപീഠത്തിൽ നിന്നാണ് ഈ രേഖകൾ കാണാണ്ട് പോയേക്കുന്നത്. അപ്പോൾ ഒരു കോടതി എങ്ങനെ വിശ്വസിച്ച് നമ്മളിത് നിൽക്കും? അപ്പോൾ എത്രയും വേഗം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അതായത് ഈ രേഖ കാണാണ്ട് പോയതിൻ്റെ കാരണം എന്താണ്, അപ്പോൾ ഇത് എങ്ങനെ മാറിപ്പോയി, അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആറ് എന്നുള്ളത് സമൂഹത്തിന് നമുക്കൊന്ന് വെളിച്ചത്തിൽ കൊണ്ടുവന്ന് അവർക്കെതിരെ കടുത്ത നടപടിയൊന്നും എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.